ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു Q&A ചെയ്യാണ്. ഞാൻ ഒരുപാടായി ഇപ്പോൾ Q&A ചെയ്തിട്ട്, പക്ഷെ ഇന്നത്തെ Q&Aക്ക് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഈ പ്രാവശ്യം ഇട്ട Q&Aക്കാണ്. കാരണം ഒരുപാട് സംശയങ്ങളല്ല ആക്ച്വലി. എനിക്ക് ഈ ഒരു 2 മാസം എനിക്ക് കുറ്റപ്പെടുത്തൽ, പരിഹാസങ്ങൾ, കളിയാക്കൽ, ചീത്ത പറച്ചിൽ, ഫുൾ നെഗറ്റീവ്. എൻ്റെ എല്ലാ വീഡിയോസും തുറന്നു നോക്കി കഴിഞ്ഞാൽ കാണാം, അതിൽ ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും കാണാൻ പറ്റും. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ സ്ഥിരം എനിക്ക് എങ്ങനെയാണെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അതല്ലാതെ ഒക്കെ നമുക്കൊരു 80-85% നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും കാണുന്നത്. എന്ത് ചെയ്തിട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അതാണ് അതിലും വലിയൊരു രസം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല. എനിക്കിത് ആദ്യത്തെ ഒരു അനുഭവമോ ആദ്യത്തെ ഒരു കാര്യമല്ല. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും ഒക്കെ ഇരുന്നിട്ടോ, എന്താ ഇങ്ങനെ, അതെന്താ. ഇപ്പം എനിക്ക് കുറച്ച് സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്റ്റ് കൂടിയോണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് എന്നെ അറിയാം, എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം, എൻ്റെ ചേർത്ത് പിടിക്കുന്നവർക്ക് എന്നെ അറിയാം. എന്തായാലും ഒട്ടും ലേറ്റ് ആക്കാതെ Q&Aക്ക് പോവാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ളത് ഞാൻ എനിക്ക് എന്താ ഉത്തരം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ആ കുഞ്ഞാ വാലയിലും മോളു ഗുഡ് ഗേൾ ആവ്. ഓക്കെ, ഇതിനുള്ളതും ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് എന്നോട് കുറേ പേര് Q&A കടക്കണേക്കാളും മുമ്പ് എന്നോട് കുറേ പേര് ചോദിച്ചതാണ്, ഞാൻ എങ്ങനെയാണ് UK-ന്ന് നമ്മുടെ ഇന്ത്യക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ഞാൻ പൈസ അയക്കുന്നത്, ഏത് വഴിയാണ് എന്ന് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്. അത് ഇങ്ങനെ കമൻസിൽ കൂടെ ഒന്നല്ല, ഇൻസ്റ്റ മെസ്സേജ് ത്രൂവും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പേപെന്നി വഴിയാണ് പൈസ അയക്കാറ്. പേപെന്നി ത്രൂ ആണ്. അത് നമ്മുടെ കാനഡ ആയിക്കോട്ടെ UK ആയിക്കോട്ടെ ഒക്കെ ഇന്ത്യക്ക് ആക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഈവൻ ഗൂഗിളിനേക്കാളും ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഈ പേപെന്നി ത്രൂ പൈസ അയക്കുമ്പോൾ. 0 ട്രാൻസ്ഫർ ഫീ ആണ്. സാധാരണ ടാക്സ് കമ്മീഷൻ അങ്ങനെയൊക്കെ പിടിക്കും ചില സ്ഥലങ്ങൾ. ഇതിൽ 0 ട്രാൻസ്ഫർ ഫീ ആണ്, അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ആൻഡ് ഏൺ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് 24/7 സപ്പോർട്ട് ടീം ഉണ്ട്. പിന്നെ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് മണി നമുക്ക് പെട്ടെന്ന് അയച്ച ഉടനെ തന്നെ പൈസ കിട്ടിയോ എടുക്കാനോ പറ്റത്തില്ല. ഒരു 2-3 ഡേയ്സ് പിടിക്കുന്നുണ്ട് പൈസ കിട്ടാൻ. നമ്മൾ അയച്ചിട്ട് അവിടെ നാട്ടിൽ പൈസ കിട്ടാൻ ഇത്ര ഒരു ടൈം 2-3 ഡേയ്സ് പിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇപ്പോൾ ബാക്കിയുള്ളടത്ത് 60 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് 61 കിട്ടും. അപ്പോൾ ഞങ്ങൾ പൈസ വല്ലതും നാട്ടിൽ കഴിക്കാനുണ്ടെങ്കിൽ പേപെന്നി ത്രൂ ആണ് നമ്മൾ പൈസ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയോ കേട്ടോ. അംജുക്കാന്റെ സിസ്റ്ററിന്റെ മാരേജ് വേറെ റിലീജിയൻ കെട്ടിക്കുമ്പോൾ ബ്രദേഴ്സിന്റെയും പാരൻസിന്റെയും ഒപ്പീനിയൻ എന്തായിരുന്നു? അവരുടെ ലവ് സ്റ്റോറി പറയോ? ഹിലത്ത എന്തിനാ ഹിന്ദു മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട്? അംജുക്കാക്ക് പ്രശ്നമൊന്നുമില്ലേ? ഓക്കെ, അപ്പോൾ അംജുക്കാന്റെ സിസ്റ്റർ വേറെ മാരേജ് പാരൻസിന്റെയും ബ്രദേഴ്സിന്റെ ഒപ്പീനിയൻ, അവർക്ക് എന്താ ഒപ്പീനിയൻ? ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാം, അവരങ്ങനെ ഒരുപാട് കാലം പ്രേമിച്ചിരുന്നല്ലോ. അവർ ഇഷ്ടത്തിലായി 2 മാസം ആകുമ്പോഴേക്കും അവരുടെ കല്യാണവും കഴിഞ്ഞു. അതാണ് ഏറ്റവും സത്യമുള്ള കാര്യം. അവർ പ്രേമത്തിലായ അപ്പം തന്നെ അവരവരുടെ വീട്ടുകാരോടാണ്, രണ്ടുപേരുടെ പാരൻസിനോടാണ് പറഞ്ഞത്. അങ്ങനെ ഇതൊരു ലവ് കം അറേഞ്ച്ഡ് അല്ലാണ്ട് ഇവർ പ്രേമിച്ച് നടക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും പാരൻസിനോടാണ് അവർ സമ്മതം ചോദിക്കുന്നത്. പാരൻസിന് ഓക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ബ്രദേഴ്സിൻ്റെയും പാരൻസിൻ്റെ ഒപ്പീനിയൻ എന്തായിരുന്നു? ബ്രദേഴ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പാരൻസിൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആ കല്യാണ വീഡിയോയിൽ 2 പാരൻസും ഈക്വലി ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ, 2 പാരൻസും വളരെ സന്തോഷമായി ഹാപ്പി ആയിട്ടാണ് കല്യാണം നടത്തി കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇവർ പ്രേമിച്ച് 2 മാസം കൊണ്ടാണ് ഇവരെ കല്യാണം വരെ കഴിയുന്നത്. ഓക്കെ, ഇനി ബ്രദേഴ്സിൻ്റെ ഒപ്പീനിയൻ. എന്തിനാണ് ബ്രദേഴ്സിൻ്റെ ഒപ്പീനിയൻ? ബ്രദേഴ്സ് എല്ലാവരും അവരുടെ ലൈഫ് സെറ്റിലായിട്ട് അവരുടെ രീതിക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ അവരുടെ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ മാത്രം അവരെന്തിനാ ഒരുപാട് ഇൻവോൾവ് ആവണേ? ഇപ്പോൾ ബ്രദേഴ്സ് ജീവിക്കുന്നത് സിസ്റ്ററിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടും കാര്യങ്ങളനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത്? ഞാൻ പലപ്പോഴും കണ്ടൊരു കാര്യമാണ്, നമ്മൾ സിസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആങ്ങളമാർ എന്ത് പറയുന്നു അതുപോലെ അനുസരിച്ച് നിൽക്കണം, അതുപോലെ കേൾക്കണം എന്നുള്ളത്. എന്നാൽ ഈ ആങ്ങളമാർ ഈ സിസ്റ്റർമാർ പറയുന്ന പോലെയാണോ അവർ ജീവിക്കുന്നത്? ആണോ എല്ലാ വീട്ടിലും? അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഉറപ്പായിട്ടും അമ്മൂന്, ഇപ്പോൾ സിസ്റ്റേഴ്സിന് ബ്രദേഴ്സ് നല്ലതെന്ത് ചീത്തയെന്ത്, നല്ല വശങ്ങളെന്ത് മോശം വശങ്ങളെന്ത് എന്നൊക്കെ ഓഫ്കോഴ്സ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരാളുടെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തുന്നതും അവരെങ്ങനെ ജീവിക്കണമെന്നും ഏത് ജീവിക്കണമെന്നും തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ്. അത് ആണായാലും പെണ്ണായാലും. പിന്നെ എൻ്റെ നാത്തൂൻ്റെ ബ്രദേഴ്സ് ഇപ്പോൾ അതൊന്നും എൻ്റെ അംജുക്ക, പിന്നെ ഉള്ളത് അഫ്സലാണ്. അംജുക്ക് അഫ്സലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടില്ല. അവർക്ക് മനുഷ്യന്മാരും നോക്കുന്ന ഒരാളാണ്. നല്ല മനുഷ്യനാണോ,
അവരുടെ അനിയത്തി സന്തോഷമായിട്ട് സുഖമായിട്ടും ആരെ കൂടെ ജീവിക്കും. ഇത് മാത്രമാണ് അവർ മാറ്റർ ചെയ്യുന്നത്. അവർ അമ്മു ഹാപ്പിയാണോ അവർ ഹാപ്പിയാണ്, അമ്മു ഹാപ്പി അല്ലേ അവർ ഹാപ്പി ആവില്ല. അങ്ങനത്തെയാണ് അവരുടെ ബ്രദേഴ്സ് എന്ന് പറയണത്. എന്നുവെച്ചാൽ അനിയത്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആങ്ങളമാരാണ് അവരെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ലവ് സ്റ്റോറി പറയും. എനിക്ക് പോലും സത്യമായിട്ട് ഞാൻ അവരുടെ ലവ് സ്റ്റോറി എനിക്ക് അറിയത്തില്ല. ഞാൻ അത് കുത്തി ചോദിക്കാനും ഞാൻ പോയിട്ടില്ല. സത്യമായിട്ടും ഇതൊരു വാസ്തവമുള്ള കാര്യം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒരുപാട് കാലം പ്രേമിച്ച് നടന്നവരല്ല. ഇവർ വെറും 2 മാസം ആയപ്പോഴത്തേക്കും ഇവർ കല്യാണം കഴിഞ്ഞവരാണ്. ഇവരൊരു പ്രേമിച്ച് നടക്കുന്നത്. കാരണം അമ്മു പൊതുവേ എനിക്ക് അറിയാവുന്നത്, അമ്മുവിനെ അങ്ങനെ പ്രേമിച്ച് നടക്കുകയോ കാര്യങ്ങളൊന്നും ആ ഒരു ഇതൊന്നും അങ്ങനെ അല്ല അവൾക്ക്. അവള് അങ്ങനെ ഡയറക്റ്റ്. പിന്നെ എന്ന് പറയുന്നത് അവൾ മെച്ചോർഡായിട്ടുള്ള ഒരാളാണ്. അവൾക്ക് എന്നെക്കാളും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെക്കാളും കൂടുതലാണ്. അപ്പോൾ അവൾക്ക് അറിയാം എങ്ങനെ ജീവിക്കണം, എന്ത് ജീവിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് അവളുടെ ലവ് സ്റ്റോറി എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇവർ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. സെയിം കമ്പനിയിലാണ് ചെക്കനും ജോലി ചെയ്യുന്നത്. ഇവളുടെ ഹെഡാണ്. ഓക്കെ, ഹെഡാണ്. ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പം അങ്ങനെയാവും അവർ ഇഷ്ടപ്പെട്ടതോ അത് ഇങ്ങനെ ഏത് രീതി എന്നൊന്നും എനിക്കറിയത്തില്ല. ഹിലത്ത് എന്തിനാ ഹിന്ദു മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് അംജുക്കാക്ക് പ്രശ്നമൊന്നുമില്ലേ? ഇവിടുന്നാണ് എൻ്റെ ആരംഭം തുടങ്ങുന്നത്. എനിക്ക് നെഗറ്റീവ് കമൻസിൻ്റെ പൂരം വരാൻ തുടങ്ങിയത്. ഞാൻ ഇവരുടെ കല്യാണം എന്ന് വെച്ചാൽ ശരിക്കും ഇവരുടെ മുഹൂർത്തം ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഒരു കല്യാണം, ചെക്കൻ്റെ അവിടുത്തെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഇന്റർ റിലീജിയനാണ്. ഹിന്ദു മുസ്ലിം വെഡ്ഡിങ് ആണ്. പിന്നെ ചെക്കൻ മറാഠിയാണ്. ഓക്കെ, മറാത്തീസാണ്, മലയാളീസ് പോലും അല്ല. അപ്പോൾ അവരുടെ ഇതിലെന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ വരുന്നവരൊക്കെ ഇങ്ങനൊരു ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും. ഓക്കെ, പൊതുവെ അവരുടെ റിലേറ്റീവ്സും അവരുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ ഇതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുന്നു. എനിക്ക് അത് വെറും ഒരു ഡ്രസ്സാണ്, കോസ്റ്റ്യൂമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ ഇതിന് മുമ്പ് ഇപ്പോൾ 4 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങി. 4 വർഷത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ പൊട്ട് തൊട്ടിട്ടോ സിന്ദൂരം തൊട്ടിട്ടോ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യം ഞാൻ ഇട്ടേക്കുന്നത് കാരണം ഇതിങ്ങനൊരു ഒക്കേഷൻ ആയതുകൊണ്ട് എനിക്കത് വെറും ഡ്രസ്സ്. ഇപ്പം എത്രയോ പേര് നിങ്ങൾ ഇപ്പം എൻ്റെ മുസ്ലിം എന്നുള്ളതിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്ര സെലിബ്രിറ്റീസ് ഓരോ ഫാഷൻ ഷോക്ക്, ഓരോ പരിപാടിക്ക്, ഓരോ ഒക്കേഷൻസിന് ഓരോ ഇതിനൊക്കെ പൊട്ടിട്ടേക്കുന്നു. ഇനി ഷൂട്ട് ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, മുസ്ലിംസിന് ഞാൻ കാര്യങ്ങളായിട്ട് എടുക്കുന്നത് എല്ലാവരും ഞാൻ ജനറേറ്റ്. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒട്ടുമിക്ക പേരെങ്കിലും ഇപ്പോൾ എന്താ പറയുക, സിനിമകളിലായിക്കോട്ടെ, സീരിയലിലായിക്കോട്ടെ, ഷൂട്ടിൻ്റെ ഭാഗമായിക്കോട്ടെ, ഇന്ന് പൊട്ടിടുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഞാനും ഇട്ടത്. എനിക്കത് വെറും ഒരു ഡ്രസ്സ്, ഒരു ധാവണി, അറ്റയർ, കോസ്റ്റ്യൂം, ഇത് കഴിഞ്ഞു അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങളൊരു ജ്വല്ലറി ഷൂട്ടിന് പോയപ്പോൾ ഞാൻ സിന്ദൂരം ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഒന്നാമത് സിന്ദൂരല്ല, ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. അതും ഇടാൻ കാരണം ഇതുപോലെ ഇവരുടെ ഒരു പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ ഇട്ടിട്ട് പിന്നെ നേരെ ഈ ജ്വല്ലറിക്കാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഞാൻ മായിച്ച് കളഞ്ഞത്. പക്ഷെ അവിടെ ചോപ്പ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് പോയില്ല, അതവിടെ നിന്ന്. അതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ അംജുക്കാക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ ദിവസം ഈ നിമിഷം വരെ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിലോ ഒരു ഇതിലോ എന്നോട് ചോദ്യം ചെയ്യാനോ ഇതിഷ്ടമല്ല അതിഷ്ടമല്ല എന്ന് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇപ്പം ഞാൻ എടുത്താണ് പല കാര്യങ്ങളിൽ അതിൽ പറയും, മോളെ ഇത് വേണ്ട കേട്ടോ, ഇത് ശരിയായിട്ട് തോന്നില്ല, ഇത് അങ്ങനെ ചിന്തിക്കും. പക്ഷെ എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളിലൊന്നും ഇന്നേ വരെ അംജുക്ക അഭിപ്രായം പറഞ്ഞിട്ടില്ല. ചില ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി തോന്നാറില്ല. അപ്പോൾ പറഞ്ഞു, ഇത് മോൾക്ക് അത്ര ചേരുന്നില്ല, മറ്റേൻ്റെ അത്ര ഭംഗിയില്ല എന്ന് പറയും. എന്ന് വെച്ചിട്ട് ഇതെന്തിനാ മോളിങ്ങനെ ഇട്ട്, ഈ ഡ്രസ്സ് എന്തിനാ ഇട്ട്, ഈ സാധനം ചോദിച്ചിട്ടില്ല. ഞാനും ചോദിക്കാൻ പോവാറില്ല. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബേബി പ്ലാനിങ് സമയമാകുമ്പോൾ ഉറപ്പായിട്ടും എനിക്കുണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ സ്റ്റേജ് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ യൂട്യൂബ് വഴി. അതേപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ബേബി എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അതെന്തായാലും ഞാനൊരു അമ്മയാവാൻ പോകുമ്പോൾ നിങ്ങൾ ഉടനെ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ ഞാൻ അറിയിക്കാണ്ടിരിക്കേയില്ല. ഇപ്പം എനിക്കുള്ള ബേബി എന്ന് പറയുന്നത് എൻ്റെ ലൈല ബേബിയാണ്. അടുത്ത എൻ്റെ നെഗറ്റീവ് വരാൻ കാരണം നായ്ക്കുട്ടീനെ ഞാൻ മേടിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ വരെ എന്നെ മാറിയിരിക്കാൻ പറ്റാണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. എൻ്റെ കാലിൻ്റെ ചോട്ടി വന്നിട്ട് കിടക്കുവാണ്. എന്ത് സുഖം കിട്ടില്ല, അവിടെ സുഖമായിട്ട് എന്താ പറയുക സോഫയിൽ കിടക്കുമായിരുന്നു. ഞാൻ ഇവിടേക്ക് എഴുന്നേറ്റ് വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് കിടന്നതാണ്. എനിക്കും അംജുക്കാക്കും ഒരു ബേബി ആയാലും ഞാൻ പറയും ഞങ്ങളുടെ ഫസ്റ്റ് ബേബി ലൈല ബേബിയാണെന്ന്.
നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്താ പറയുക, തമാശ പരിഹാസം ഒക്കെ തോന്നുമായിരിക്കും. പക്ഷേ പെറ്റ് പാരന്റ് ഉള്ള ഒരാൾക്ക് അത് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടി വീട്ടിലുള്ള ഒരാൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഞാൻ അത്ര എന്താ പറയുക പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളോ ഒന്നുമല്ല. ഞാൻ കളിപ്പിക്കും, കണ്ട ഹായ് ഒക്കെ ചെയ്യും, അങ്ങനെ അല്ലാണ്ട് ഞാനൊരു പെറ്റ്സ് എന്ന് പറഞ്ഞ ജീവൻ കൊണ്ട് നടക്കുന്ന ഒരാളും ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ വീട്ടിൽ പോലും കയറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നു നായ്ക്കുട്ടികളെയും കാര്യങ്ങളൊന്നും. എൻ്റെ ഉമ്മ അത്രക്കും ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് പെട്ടെന്ന്, എനിക്കറിയില്ല, ഞാൻ UK ഇപ്രാവശ്യം എത്തിയപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന നിങ്ങൾക്കറിയാം, ഞാനത് റിസൈൻ ചെയ്യാൻ കാരണം എൻ്റെ അതിനേക്കാളും വലിയൊരു സ്വപ്നത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇപ്പോൾ പറയില്ല, കാര്യം പിന്നെ അത് പിന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമോ, ആയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ജോലി എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. രാവിലെ 8 തൊട്ടിട്ട് രാത്രി 8 വരെ ഈ UK നാട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല. അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. ഇവിടെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 8 തൊട്ട് രാത്രി 8 ഒരു ആളും മിണ്ടാനും പറയാനും ഇല്ലാണ്ട് ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അപ്പോൾ എനിക്ക് എന്തോ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു നായ്ക്കുട്ടി വേണം. ഞാൻ അംജുക്കാന്ന് പറഞ്ഞു, അംജുക്ക് എനിക്കൊരു നായ്ക്കുട്ടി വേണം. എന്തുകൊണ്ട് ഞാൻ നായ്ക്കുട്ടീനെ സെലക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് പെറ്റ്സ് അലർജിയാണ്. എനിക്ക് ഭയങ്കര അലർജി, ചെറുപ്പം തൊട്ടേ ഉള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്, പെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുന്നു, ലൈലക്കുട്ടീനെ മേടിച്ച് കൊണ്ടുവരുന്നു. മേടിക്കുന്ന വരെ അംജുക്ക് വരെ ചോദിച്ചു, മോൾക്ക് പറ്റുമോ? കാരണം ഉമ്മ പറഞ്ഞു, മോനെ ഇവള് മേടിച്ചു കഴിഞ്ഞാൽ അപ്പി ഇതൊന്നും കൊരത്തില്ല, കാര്യങ്ങളൊന്നും ആക്കൂല, മോനെന്നെ ചിലപ്പോൾ അതാക്കേണ്ടി വരും, എനിക്കറിഞ്ഞൂടെ അവള്. അപ്പോൾ അംജുക്ക് ചോദിച്ചു, മോൾക്ക് പറ്റുമോ, മോൾക്ക് ഇഷ്ടമാണോ, നാളെ ഒരു ദിവസം വേണ്ടാന്ന് തോന്നൂലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളെ കയ്യിലെടുത്ത് ഇപ്പോൾ എനിക്ക് 2 ആഴ്ച ആവുന്നു അവളെൻ്റെ അടുത്ത് വന്നിട്ട്. ഈ ദിവസം വരെ ഞാൻ എങ്ങനെ കൊണ്ടുനടക്കുക എനിക്ക് അറിയില്ല. ഞാൻ രാവിലെ 6 മണിക്ക് ഞാൻ അംജുക്ക് എഴുന്നേക്കും. ഇവള് കറക്റ്റ് 5:45 ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. ഞങ്ങൾ കൂടെ തന്നെയാണ് കിടക്കുന്നത്. ഇവൾക്ക് ഞാൻ ആക്ച്വലി ക്രേറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കൂടൊക്കെ ഉണ്ട്. പക്ഷെ ആ കൂട്ടിൽ ഇന്നേ വരെ അവൾ കിടന്നിട്ടില്ല. വേറെ ഒന്നുമില്ല, എനിക്ക് രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേൽപ്പിക്കും. ഇവളായിട്ട് ഞാൻ ലോണിൽ നടക്കാൻ പോകും, ഫുഡ് കൊടുക്കും. 2.5 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ അലാം സെറ്റ് ചെയ്തേക്കാം. ഒരു കുട്ടീനെ ഞാൻ എങ്ങനെ നോക്കും അതേപോലെ ഞാൻ ഇവളെ നോക്കണം. ഇവൾക്കുള്ള ഓരോ സ്പെഷ്യൽ ഫുഡുകൾ കാര്യങ്ങൾ, ഇവൾക്ക് ഡയറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഇവളെ പോട്ടി ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പിയുടെ മൂത്രം വീട്ടിൽ ചെയ്യാണ്ടിരിക്കാൻ ഇവള് ഭയങ്കര മിടുക്കിയാണ്. കാരണം ഈ ആദ്യത്തെ ഒരു ദിവസം വീട്ടിൽ അപ്പിയിട്ട്, പിന്നെ പാഡ് ഉണ്ടായിരുന്നു, പാഡിൽ എന്നെ മൂത്രം ഒഴിക്കത്തുള്ളൂ. പിന്നീട് അവൾ വീട്ടിൽ ഇതേവരെ മൂത്രം ഒഴിച്ചിട്ടില്ല, അപ്പിയിട്ടില്ല. അത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ചില സമയത്ത് പുറത്ത് മഴ ഉള്ളപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ എടുക്കും, പുറത്ത് കൊണ്ടുപോകില്ല. അപ്പോൾ ഈ പാഡ് വെച്ചിട്ടുണ്ടാവും, ഈ പാഡിൽ മാത്രമേ അവൾ മൂത്രം ഒഴിക്കത്തുള്ളൂ. പിന്നെ ഇവൾക്ക് ഓരോ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഞാനിങ്ങനെ 2.5 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ എന്നെക്കാളും അല്ലെങ്കിൽ അംജുക്കാനേക്കാളും പ്രിഫറൻസ് ഞാൻ ഇവൾക്ക് കൊടുക്കുന്നത്. എനിക്ക് പിന്നെ വെച്ചാൽ എന്താ പറയുക, ഞാൻ എവിടെ തിരിഞ്ഞോട്ടെ ഇവളെൻ്റെ പിന്നിലുണ്ടാവും. അവളിനി എത്ര സുഖിച്ചുറങ്ങുമായിരിക്കും കേട്ടോ. ഞാനപ്പോൾ പതുക്കെ ഇവളെ അറിയാണ്ട് ഞാൻ കിച്ചണിൽ പോയി പണിയെടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും. ഞാൻ പണിയെടുത്ത് കഴിയണവരെ എവിടെയാണോ ഞാനുള്ളത് ആ കിച്ചൻ്റെ അവിടെ പോയി കിടക്കും. ഞാൻ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് 24/7 ഞാൻ അവളെ എവിടെയെന്നൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അവളെൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഇത്രയും ഒരു കമ്പാനിയൻ എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഫ്രണ്ട് പോലെയല്ല, എനിക്ക് എൻ്റെ ഒരു കൊച്ചിനെ പോലെ. എനിക്ക് ഇവളെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. ഒരു സമയം ഉണ്ടല്ലോ എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റൂല. ഇപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ എത്രത്തോളം ഇതാവുന്നൊന്നും അറിയില്ല. എൻ്റെ കൂടെ ഞാൻ ഉറങ്ങുവാണെങ്കിൽ അവൾക്ക് ഞാൻ ഉറങ്ങാൻ വേണം, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങാം. അതേപോലെ എനിക്ക് അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങണം. അവളെ ഇല്ലാണ്ട് എനിക്ക് ഉറങ്ങാനിപ്പോൾ പറ്റുന്നില്ല. ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ബോണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഒരു ഇതിനോടും എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇത്രക്കും ഇതായിട്ടില്ല. അപ്പോൾ നിങ്ങളെന്നോട് ഈ സാധനം വീട്ടിൽ വരുമ്പോൾ പറ്റിയ സാധനം ഇത് വീട്ടിൽ ഹറാമ് ശരിയായിരിക്കും, നിങ്ങളുടെ കണ്ണിൽ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിരിക്കും, ഹറാമോ ഇതൊക്കെ കാര്യങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഒരു കൊച്ചിനെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് പറയില്ലേ, ആ ഒരു വിഷമം എനിക്ക് വരുന്നത്. പിന്നെ എനിക്ക് എന്ത് ലോകത്തെ എതിർത്ത് കഴിഞ്ഞാലും ഞാൻ ഇവളെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. ഞാൻ അവിടെ ചേർത്ത് ഞാൻ പിടിക്കും. എനിക്ക് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുക. കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. ഇത്രയും എന്താ പറയുക, ഒരു മനുഷ്യന് നമുക്ക് മനുഷ്യന്മാർ ഇത്ര മനുഷ്യന്മാരെ സ്നേഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു മിണ്ടാപ്രാണി ഉണ്ടല്ലോ, അത് നമ്മളെ സ്നേഹിക്കണ കാണുമ്പോൾ
ഞാൻ ഒറ്റപ്പെട്ടിട്ട് എനിക്ക് തോന്നിയില്ല. രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ എന്ന് പറഞ്ഞ പോലെ പോകുന്നു ഇവളുടെ പിന്നീ നടക്കുമ്പോൾ. അപ്പം ഞാൻ ഒരു ഏകദേശം അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞേക്ക് ഈ ഒരു സംബന്ധ വിഷയപ്പെട്ടിട്ട്. പക്ഷേ എനിക്ക് എന്നെ സ്നേഹിക്കുന്നത്, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാ, അല്ലാണ്ട് എനിക്കൊന്നുമല്ല. ഇതെൻ്റെ കൊച്ചാണ്. അത് നിങ്ങൾ എന്തൊക്കെ ആക്കി കഴിഞ്ഞാലും അതെൻ്റെ കൊച്ചാണ്. ഹായ് ഹില, എങ്ങനെയാണ് മാരേജ് ലൈഫ് ഇത്ര പെർഫെക്റ്റ് ആയി കൊണ്ടുപോകാൻ സാധിക്കുന്നത്? നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടാറില്ലേ? ഉമ്മാടെ ലൈഫ് മാഷാ അല്ലാ അടിപൊളിയായി പോകുന്നു. ഇതിൻ്റെ സീക്രട്ട് ഒന്ന് പറയാമോ? എടാ, ഒരു മാരേജ് ലൈഫും 100% പെർഫെക്റ്റ് അല്ല. അതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഇംപെർഫെക്ഷൻസ്. കാരണം രണ്ട് വ്യക്തികളാണ് അല്ലേ, രണ്ട് സ്വഭാവക്കാരാണ് കൂടി ചെല്ലുന്നത്. പക്ഷേ നമ്മൾ ആ ഇംപെർഫെക്ഷൻസിനെ പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോഴാണ് അത് സക്സസ് ആവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ലൈഫ് മാരേജ് എത്ര പെർഫെക്റ്റ് ആയി, ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ല, അൽഹംദുലില്ലാ. അയ്യോ അത് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ അർഹത എന്ന് പറയില്ലേ, പറഞ്ഞു പോയതാണ്. ഓക്കെ, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഞങ്ങൾ തമ്മിലിപ്പോൾ ഒന്നാമത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും അറേഞ്ച് മാരേജ് ആയിരുന്നു. ഈവൻ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ നേരിൽ തന്നെ കണ്ടേക്കുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ സ്നേഹം രണ്ടുപേർക്കും അങ്ങ് എക്സ്ട്രീം ആയിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്തയും കുറേ ഉണ്ടായിരുന്നു. ഒരു 3 months ഒക്കെ കഴിഞ്ഞ് ഒരു 4 months ആയപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ബോണ്ട്. അതുവരെ ഞങ്ങൾ അടിയും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ കൂടെ തന്നെ. സ്നേഹം എക്സ്ട്രീമാണ് അതിൻ്റെ കൂടെ. പിന്നെ ഒരു 4 months കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലൈഫ് ബാലൻസ്ഡ് ആയി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി എന്താണ് ഹില, എന്താണ് അംജീഷ് എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അതിന് ശേഷം സത്യമായിട്ടും ഞങ്ങൾ ഇത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങൾ തല്ലുകൂടാറില്ല, ഞങ്ങൾ വഴക്കൂടാറില്ല, വഴക്കൂടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങളിടയിൽ സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ബോണ്ടും ഭയങ്കരമായിട്ട് തല്ലുകൂടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കാറുമില്ല. അങ്ങനെ ആയാൽ തന്നെ ഞങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അംജുക്കാരുടെ സ്പേസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പോസിറ്റീവ്സ് കണ്ടിട്ടല്ല സ്നേഹിച്ചു തുടങ്ങിയത്, ഞങ്ങളുടെ നെഗറ്റീവ്സ് കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു തുടങ്ങിയത്. ആ നെഗറ്റീവ്സ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പോസിറ്റീവ്സ് ആക്കാനും ഞങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചിരുന്നു. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് ഒരുപാട് അവർ ജീവിതം പഠിച്ചവരാണ്, ജീവിതം കണ്ടു വളർന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസസും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ നല്ല പോലെ പോകുന്നു. അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് തന്നെ ജീവിക്കാൻ കൊതി വരും. സത്യം പറഞ്ഞാൽ അവർ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതി വരും. അമ്മ അവർ ജീവിക്കുന്ന അങ്ങനെ തന്നെ പോട്ടെ, മാഷാല്ലാ, കണ്ണ് വെക്കാതിരിക്കട്ടെ. അവർ അത്രക്കും അടിപൊളിയായിട്ട് അവർ പോകുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ അംജുക്കാടെയും ഒരു ബോണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യനായിട്ടും ആ ഒരു ബോണ്ട് ഉണ്ടായിരിക്കില്ല. എൻ്റെ ഉമ്മ ഒപ്പം മാറ്റി നിർത്തുക അത് എന്ന് പറയുന്നത് എൻ്റെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അംജുക്കാടെയും ബോണ്ട് എന്നത് ഒരു അൺബ്രേക്കബിൾ ബോണ്ടാണ്. അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും ഒരു അല്ല, അത് മറത്തില്ല. ഞാനിപ്പോൾ ലൈല മോൾ എനിക്ക് 2 ആഴ്ചയായിട്ടേ വന്നിട്ടുള്ളൂ. അതന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഞാൻ ഊഹിക്കെങ്കിലും എനിക്ക് എൻ്റെ അംജുക്കാനായിട്ടുള്ള ബോണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആലോചിക്കാം. എത്ര ഏജായി, ബേബി പ്ലാനിങ് ഉണ്ടോ, വെഡ്ഡിങ്ങിനിട്ട ഗ്രീൻ ആൻഡ് യെല്ലോ ചുരിദാർ അടിപൊളി, മേക്കപ്പ് ലുക്കും. ഏജ് 27, അംജുക്കാക്ക് 32. പിന്നെ ബേബി പ്ലാനിങ്ങിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ തന്നു. ഉറപ്പായിട്ടും എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ജീവനായിട്ടുള്ള ആളാണ് ഞാനും അംജുക്കയും എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഇവളെ തന്നെ ഞാൻ എങ്ങനെ നോക്കാം. അപ്പം എൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എന്തായിരിക്കും എനിക്കൊന്ന് ഊഹിക്കുക. പിന്നെ താങ്ക് യു, ഡ്രസ്സ് അടിപൊളിയാന്ന് പറയുന്നത്. വെയിറ്റ് ആൻഡ് ഹൈറ്റ്, ഹൗ യു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്. എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നോക്കിയറിയാം, പെട്ടെന്ന് നല്ലൊരു തടിച്ചിരുന്നു. പെട്ടെന്ന് തടിയടിച്ച് എനിക്ക് 6-7 കിലോ ആണ്ട് കൂടി ഒരൊറ്റടിക്ക്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെ എക്സസൈസോ ഡയറ്റോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല. കുഞ്ഞ് മൈൽഡായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാക്കി. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പഴയ വെയിറ്റിലോട്ട് വന്നു. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 53 ആണ്, 53.5 ആണ് ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റ് നോർമലാണ്. ഇപ്പോൾ എൻ്റെ ഇതിന് എനിക്ക് 5 അടി 5'1" എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 5'1" ഹൈറ്റ് കുറവാണ് എനിക്ക്, പക്ഷെ അതിന് ഈ ഒരു വെയിറ്റ് കറക്റ്റാണ്. I heard that after a few years of marriage,
couple gets bored of each other? Do you think you guys will ever go through that phase? Anyway, I like your video. Thank you. പിന്നെ ഇത് എന്നോടും കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് നേരിലും കമൻസിൽ കൂടിയും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പോലെ ഒന്നല്ല. ആദ്യം പറഞ്ഞത് കല്യാണം കഴിഞ്ഞുകൊണ്ട് 1 വർഷം കഴിഞ്ഞോട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞോട്ടെ, ഒരു കുട്ടി വന്നോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ, അപ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. മനുഷ്യന്മാരാണല്ലോ. എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും, എനിക്ക് മടുക്കത്തില്ല. എനിക്ക് എത്ര ആ മുഖം കണ്ടു കഴിഞ്ഞാലും, എനിക്ക് എത്ര ആ ടൈം സ്പെൻഡ് ചെയ്താലും, ഞാൻ വീട്ടിലിങ്ങനെ വേറൊരു മുഖം കണ്ടില്ല, തന്നെയാണ് ആ മുഖം മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കണമെങ്കിലും എനിക്കൊരിക്കലും ബോറടിക്കില്ല. അംജുക്കാടെ കേസ് ഇപ്പത്തെ എനിക്കറിയാം, ഇപ്പം എന്തായാലും അവനക്ക് ബോറടിച്ചില്ല. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഇനി പോവും അത് അവനക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ എല്ലാവരും ഹണിമൂൺ ഫേസ് എന്ന് പറയുന്ന ആദ്യത്തെ 3-4 മാസം ഉണ്ടല്ലോ, അതിനേക്കാളും 10 ഇരട്ടി ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്രേമിക്കുന്നതും എന്താ പറയുക എൻജോയ് ചെയ്യണതും സന്തോഷിക്കണതും ഒക്കെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ. മാരേജ് ലൈഫിൻ്റെ ഏറ്റവും സന്തോഷം, സുഖം, ആ ഒരു പീക്കില്ലേ, അത് ഓരോ വൈൻ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെ കാലം കൂടും തോറും അതിൻ്റെ ഇത് ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്നതാണ് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായേക്കുന്നത്. ബാക്കിയുള്ള കാര്യം പലവർക്കും പലവരുടെ അനുഭവം വെച്ചിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ചിലവരുടെ അനുഭവം അങ്ങനെ ആയിരിക്കും, അവർക്ക് കാലം പോകുന്തോറും അവർക്ക് സ്നേഹം കുറഞ്ഞ പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് സന്തോഷം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എല്ലാവരും അടിച്ചേൽപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വിഷമമാണെങ്കിൽ ബാക്കിയുള്ളൊരു ലൈഫും അങ്ങനെ ആവും എന്ന് പറയുകയും ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസും കൊടുക്കരുത്. അത് ഒരിക്കലും നല്ലതല്ല. കാരണം ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അതൊരു പേടിയായി മാറും. വാട്ട്സ് യുവർ അഡ്വൈസ് ഫോർ ന്യൂലി മാരീഡ് കപ്പിൾ? നിങ്ങൾ ഒരുമിച്ച് ലൈഫ് എന്താ പറയുക ചെറിഷ് ചെയ്യുക. നിങ്ങൾ ഓരോ മൊമെൻറ്റ്സ് ഹാപ്പി ആക്കുക. അത് ബാക്കിയുള്ളവരെ നോക്കിയിട്ടോ ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിലല്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് കട്ടക്ക് കൂടെ ഉണ്ടായിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരിക്കുക. പിന്നെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അതിൽ മൂന്നാമതൊരാളെ കൊണ്ടുവരാതെ നിങ്ങൾ സ്വയം അത് ടാക്കിൾ ചെയ്ത് നിങ്ങൾ അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒരിക്കലും അതിൽ മൂന്നാമതൊരാൾ വന്നാൽ ഒരിക്കലും നല്ലതായിട്ട് അത് മാറത്തില്ല. അത് കുറച്ചും കൂടി വേസ്റ്റ് ആവത്തുള്ളൂ. പരസ്പരം മനസ്സിലാക്കി, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടായിരിക്കില്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക. പിന്നെ ഹൗ ടു ഫേസ് നെഗറ്റീവ് പീപ്പിളിനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെഗറ്റീവ് പീപ്പിൾ എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിക്കൊണ്ടിരിക്കും. അവർക്ക് എന്ത് പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാലും അവർ നമ്മളുടെ ഇപ്പം ഒരു 100 പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിലൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് പിടിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അത്രയും കാലം ചെയ്ത പോസിറ്റീവ്സോ അത്രയും കാലം നമ്മൾ എന്തായിരുന്നോ ആൾക്കാർ ചിന്തിക്കില്ല. ആ ഒരൊറ്റ നെഗറ്റീവിൽ വന്ന് പിടിക്കും. പിന്നെ യെസ് ഇത്രേ ഉള്ളൂ. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ യുവർ ഡെയിലി റൂട്ടീൻ ആഫ്റ്റർ ലൈല കെയിം? എൻ്റെ പപ്പിക്കുട്ടിയാട്ടോ ലൈല. ഓക്കെ, അവൾ വന്നതിന് ശേഷം ഒത്തിരി ലൈഫ് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, മുമ്പ് എൻ്റെ അംജുക്കാടും കാര്യങ്ങൾ നോക്കിയെങ്കിൽ ഇപ്പോൾ ഇവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ കറക്റ്റ് ഇടവിട്ട് ഇവളെ ഗാർഡനിൽ നടത്തിക്കാൻ കൊണ്ടുപോകുന്നു, ഇവൾക്ക് ഫുഡ് കൊടുക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവളെ നമ്മൾ ട്രീറ്റൊക്കെ കൊടുത്ത് ഇവൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കെന്താ പറയുക, കുറച്ചും കൂടിയും ഇവളുള്ളോണ്ടുണ്ടല്ലോ എനിക്ക് ഒരു ബോറടിയോ ഒറ്റയ്ക്ക് ഇരിക്കാന്നോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എപ്പോഴും ഇവളെൻ്റെ കൂടെ ഉണ്ട്. അമ്മൂൻ്റെ മാരേജ് ലൈക്ക് ഫാമിലി സപ്പോർട്ടാണോ? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് അംജുക്ക് എന്താ വരാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാരേജ് കൊണ്ടാണോ? അമ്മൂൻ്റെ മാരേജിന് ഫാമിലിക്ക് എതിർപ്പുണ്ടെങ്കിൽ ഫാമിലീസ് എന്തായാലും അവിടെ വന്ന് നിൽക്കില്ലല്ലോ. ഈ 2 മാസം കൊണ്ട് കല്യാണം നടക്കത്തില്ല. അവർക്ക് ഒരു എതിർപ്പുമില്ല. ഒറ്റ കാര്യമുള്ളൂ, അമ്മു ഹാപ്പി ആയിരിക്കണം. അമ്മു അങ്ങോട്ട് ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കണം. പിന്നെ അംജിക്ക വരാത്തത് ഒരു 3-4 പ്രാവശ്യം വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അംജിക്ക വരായിരുന്നത് ഇവിടെ ലീവ് കിട്ടുന്നില്ല. അവനെ എത്രത്തോളം അതിന് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇപ്പോഴാ വിഷമം മാറിയിട്ടില്ല കല്യാണത്തിന് വരാത്തതിൻ്റെ. ലീവ് കിട്ടുന്നില്ല. അടുത്ത മാർച്ചിലേ ലീവ് ഉള്ളൂ എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ എൻ്റെ കല്യാണത്തിന് നാട്ടിൽ വന്നതാണ്. ഇവിടെ കറക്റ്റ് സമയത്ത് സ്റ്റാഫിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ പെട്ടെന്നായ കല്യാണം കൊണ്ട് തന്നെ എന്താ പറയുക അംജുക്കാക്ക് അത് ആക്കാൻ പറ്റിയില്ല. പിന്നെ അവനക്ക് എന്ത് ലീവ് കിട്ടും അവൻ്റെ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ കല്യാണങ്ങളോ കാര്യങ്ങളോ നീട്ടി വെക്കാൻ പാടില്ല. പിന്നെ എവിടെയാണെങ്കിലും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ സന്തോഷ അനുഗ്രഹമൊക്കെ കൂടെ ഉണ്ടായിരിക്കും.
അല്ലാണ്ട് ഒരിക്കലും അംജുക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു കാഴ്ചപ്പാടായിരിക്കും, അല്ലെങ്കിൽ ബാക്കി കണ്ട കാഴ്ചപ്പാടായിരിക്കും. ഇവരെന്ന് വെച്ചാൽ അങ്ങനത്തെ ബ്രദേഴ്സേ ഇല്ല. ഇത്താക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് ഫാമിലി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. ഇത്രയും ഒരു ഹാപ്പിനെസ് വരുമെന്ന്. ഇത്താക്ക് നല്ലൊരു ഫാമിലി തന്നെ കിട്ടിയില്ലേ, അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയോ. നെയിം ഹംന. ഹായ് ഹംന. എനിക്ക് സത്യമായിട്ടും ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയെ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ലൈഫിൽ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് കല്യാണം എന്നോട് വെച്ച് കാണാൻ വെച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചത്. ഒന്നാമത് എനിക്ക് അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുന്നത് ടെൻഷനും പേടിയൊക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം, എനിക്ക് ഒന്നും അതിനെ കൂടുതൽ പറയുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ സന്തോഷങ്ങളൊന്നും അധികം ഞാൻ പറയുന്നില്ല. എനിക്കത് പേടിയാണ് പറയാൻ. എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറ്റിയൊരു ഫാമിലിയാണ് എനിക്ക് വന്നേക്കുന്നത്. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹസ്ബൻഡും ഫാമിലിയാണ്. ചേച്ചി ഗേൾസ് ടോക്ക് വീഡിയോ ഇടുക ഒരുപാട് യൂസ്ഫുൾ ആണ്. ഫുഡ് വ്ളോഗ്സ് ഇടുക, എല്ലാം ഇടാം കേട്ടോ. എനിക്ക് ഒരു ബ്രേക്ക് വന്നു, ഒന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ എനിക്ക് കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പുതിയ ലൈലമോള് വന്നതിൻ്റെ അതിൻ്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇനി ബാക്ക് ടു നോർമൽ ആയിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം മുന്നേയുള്ള മാറ്റങ്ങൾ, അതായത് അംജുക്ക വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, എനിക്ക് സത്യം പറഞ്ഞ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച്. എനിക്ക് അതാണ് തോന്നുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെയാണ്. പക്ഷെ കുറച്ച് നല്ല ഒരു പോളിഷ് ചെയ്തെടുക്കാന്ന് പറയില്ലേ, അങ്ങനെ പോളിഷായിട്ട് ഉണ്ട്. ഒരു മിനിറ്റ്, ലൈറ്റ് ഓക്കെ, കുറച്ച് പോളിഷായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ കുറച്ചും കൂടി ബോൾഡായി. അത് ഓരോ പ്രശ്നങ്ങൾ ഓരോന്ന് ഫേസ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ ഒന്നും അങ്ങനെ ഏഷ്യുന്നില്ല കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും ഹാപ്പിയാണ്. മുമ്പൊക്കെ പണ്ടോ എന്തെങ്കിലുമൊക്കെ കുറേ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു കാര്യങ്ങൾ. ഇപ്പം ഞാൻ പക്ഷെ എപ്പോഴും ഹാപ്പിയാണ്. ചില കാര്യങ്ങൾ ഭയങ്കര നെഗറ്റിവിറ്റി വരുമ്പോൾ ഒക്കെ ഞാനിപ്പോൾ മൈൻഡ് ചെയ്യില്ല. ഞാൻ അവിടെ ആ പരിസരത്തേക്കേ നോക്കുന്നില്ല, കാര്യങ്ങളില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട്. അത് കല്യാണം കഴിഞ്ഞ് വന്ന മാറ്റങ്ങളല്ല. കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് എനിക്കൊരു മാറ്റം. ഇതെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വന്ന ഓരോ പാഠങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ മാറ്റങ്ങൾ തന്നെയില്ല. അംജുക്ക വന്നതിന് എനിക്ക് ഒരു മാറ്റം, ഞാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ. അംജുക്ക മുസ്ലിമാണോ? അതേ ആണ്. പിന്നെ കുറേ പേര് എന്തിനാ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യിപ്പിച്ചത്, എന്തിനാ അങ്ങനെ ആക്കിപ്പിച്ചത്, എന്തിനാ ഇങ്ങനെ ആക്കിപ്പിച്ചത്. ഇതാരും നമ്മൾ ആക്കുന്നില്ലല്ലോ. സ്വയം നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ജാതി മതം കളർ നിറം പൈസ ഒന്നും നോക്കത്തില്ല അല്ലേ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു, അവർ കല്യാണം കഴിക്കുന്നു. അതല്ലാണ്ട് നമ്മൾക്ക് അതിൽ എന്ത് റോളാണുള്ളത്. ഇപ്പം എനിക്കിതിൽ പല കമൻസും പലതും എന്നെ വിളിക്കാനുണ്ട്. ചോദിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ആക്കുന്നത്, എനിക്കൊരു രസമുണ്ട്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ റോൾ എന്താണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അനാവശ്യമായിട്ട് തെറി വിളിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആരും ആയിക്കോട്ടെ, ഈ പറയുന്ന നിങ്ങൾ എന്നെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നാളെ ഒരു ദിവസം നിങ്ങളൊരു ന്യൂസ് വരുവാണ്, ഒരു എക്സാമ്പിളാണ്, ഞങ്ങളൊരു ന്യൂസ് വരുവാണ്. ആ ന്യൂസിൽ ഇങ്ങനെയാണ്, യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രണയം മതത്തിന്റെ പേരിൽ പെണ്ണിന്റെ പാട് നോക്കിപ്പോയി, ബ്രേക്കപ്പ്, അത് മണന്നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ അടി വരുന്ന കമൻറ്റ്സ് എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആ ഒരു ന്യൂസിന്റെ താഴെ വരുന്ന കമൻറ്റ്സ് എന്തായിരിക്കും? ഈ ആൾക്കാർ തന്നെയാണ് എൻ്റെ വീഡിയോസിന് വന്നിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം. നമുക്കൊരു ദുരന്തം വരുമ്പോൾ, ഒരു മഹാമാരി ദുരന്തമൊക്കെ വരുമ്പോൾ ജാതി മതം എന്നൊന്നും നോക്കാതെ സഹായിക്കണം. അപ്പം എല്ലാവരും ഇൻസ്റ്റയിൽ മാത്രം പോസ്റ്റ് ഇടും. കണ്ടോ, മതം നോക്കാതെ മനുഷ്യന്റെ ഹൃദയം മാത്രമൊക്കെ ആൾക്കാർ ഒറ്റക്കെട്ടായി, കൈത്താങ്ങായി, ജാതിയില്ല മതമില്ല. പോസ്റ്റ് ഇടാനൊക്കെ എന്ത് രസമാണല്ലേ. പക്ഷെ സ്വന്തം നമ്മളുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു പറ്റത്തില്ല. അത് എവിടുത്തെ ഇതാണ്? പോസ്റ്റിനും അതിനൊക്കെ നമ്മൾ വളരെ മനുഷ്യ സ്നേഹികളാണ്. മതം പക്ഷെ ഉള്ളിൽ നമ്മളൊക്കെ എന്താണ്? ജാതി മതം വിദ്വേഷം കാര്യങ്ങൾ. ജീവിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കല്യാണം എന്ന് പറയുന്നത് പിന്നെ ഒരു കുട്ടിക്കളിയായിട്ടുള്ള ഒരു കാര്യമല്ല. എത്ര പേര് ജാതി മതം ജാതകം ഇനിയും ഒക്കെ നോക്കട്ടെ, സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് മാരേജ് ആയിട്ട് എത്ര ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്, എത്ര ബന്ധങ്ങൾ ദുരന്തത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലവ് മാരേജിന്റെ കേസിൽ അതൊക്കെ തന്നെ. ലവ് മാരേജും ഭയങ്കര സ്നേഹിച്ച ഒരു കല്യാണം കഴിഞ്ഞിട്ട് പല രീതിക്ക് ചിലർ നന്നായി ജീവിക്കും, ചിലർ ദുരന്തമായിട്ട് ജീവിക്കും, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ അതാക്കുന്നു, ചിലർ സ്ത്രീധനം പീഡനം അത് ഇത് അതെല്ലാ മതത്തിലുണ്ട്. മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ, മുസ്ലിംസ് ഒട്ടും മുന്നിലല്ല, ഹിന്ദുസും പിന്നിലല്ല, ക്രിസ്ത്യൻസും പിന്നിലല്ല, എല്ലാത്തിലും ഈ സാധനങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മരണം വരെ ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ, പ്രശ്നങ്ങളില്ലാതെ. അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ മതമല്ലോ ഒന്നുമില്ല, രാഷ്ട്രീയമല്ലോ ഒന്നുമില്ല.
സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ആളുടെ കല്യാണ വീഡിയോ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പം നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും അവർ നന്നായി ജീവിച്ചോട്ടെ, എന്തായാലും ഇങ്ങനെ അപ്പം നന്നായി ജീവിക്കും, ഇങ്ങനെ നമ്മൾ വെക്കുക. അതിന് പകരം ഇത് കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ ഇങ്ങനെ ആയി പോവും, ഇങ്ങനെ ആവും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. എന്ത് സന്തോഷ സമാധാനം അതിൽ കിട്ടുന്നത്? നമ്മൾ വെറുതെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോഴല്ല നമ്മുടെ ഹ്യൂമാനിറ്റി പുറത്തേക്ക് വരേണ്ടത്. 24/7 നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ ഹ്യൂമാനിറ്റി എന്ന് പറയണത്. അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ ഡ്രസ്സിങ്, എൻ്റെ കാര്യങ്ങൾ, ഞാൻ പണ്ടും ഇങ്ങനെയാണ്, ഇനിയും അങ്ങോട്ടാണ്. ഇനി നാളെ ഒരു ദിവസം ചിലപ്പോൾ ഞാൻ മാറുമായിരിക്കും, എനിക്ക് പറയാൻ പറ്റില്ല. നാളെ ദിവസം എനിക്കൊന്നും വേണ്ട തോന്നുമെങ്കിൽ അത് തോന്നും. അത് എൻ്റെ മാത്രം ചോയ്സ് ആയിരിക്കും. അത് ഒരിക്കലും ബാക്കിയുള്ളവരെന്നെ തെറി പറഞ്ഞുകൊണ്ടും ആയിരിക്കില്ല, ബാക്കിയുള്ളവരെ പ്രഷർ കാരണമായിരിക്കില്ല. എനിക്ക് സ്വയം തോന്നിയിട്ടായിരിക്കും എനിക്കിത് വേണ്ട എന്ന് തോന്നിയോണ്ട് ഞാൻ ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ കല്യാണം ബന്ധപ്പെട്ടിട്ടും എൻ്റെ ഇത് ബന്ധപ്പെട്ടിട്ടും ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടും അതിനുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ടോപ്പിക്സ് എനിക്ക് എടുക്കുന്നതേ എനിക്കിഷ്ടമില്ല. പക്ഷെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ നിറഞ്ഞിരിക്കും. എന്നാൽ ഇതേ ആൾക്കാർ അവരുടെ ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞുതരാം, ഇപ്പം നിങ്ങളുടെ സെലിബ്രിറ്റീസിനെ എടുക്കാം. സെലിബ്രിറ്റി കപ്പിൾസ് മതം വേറെ ആയിരിക്കും, ഹിന്ദു ക്രിസ്ത്യൻ ആയിരിക്കും, ക്രിസ്ത്യൻ മുസ്ലിം ആയിരിക്കും, അങ്ങനെ മിക്സ്ഡ് ആയിരിക്കും. അവർ പറയും അയ്യോ നിങ്ങൾ ഒന്നിക്കണേ, നിങ്ങൾ കെട്ടണേ, നിങ്ങൾ കെട്ടി കാണണേ. അവരുടെ കല്യാണ വീഡിയോ വരുമ്പോൾ അതിൽ ഫുൾ പോസിറ്റീവ് കമൻസ് ആയിരിക്കും, നിങ്ങൾ ഒന്നിച്ചല്ലോ, ഞങ്ങളെ സമാധാനം. എത്ര പേര് ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇന്റർ റിലീജിയൻ മാരേജസ് കാണാം നമുക്ക്. എത്ര പേര് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ. പിന്നെ സിനിമയിൽ ഞാൻ പോകുന്നില്ല, നമ്മുടെ യൂട്യൂബ് ഇതായതുകൊണ്ട് ഞാൻ യൂട്യൂബ് പറയാം. ഈ യൂട്യൂബിൽ തന്നെ എത്രയോ കപ്പിളുകൾ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അവരൊക്കെ നിങ്ങൾക്ക് മതമൊന്നുമില്ല, അവരൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അവരൊക്കെ സെലിബ്രിറ്റി കപ്പിളാണ്. അതല്ലാന്നുണ്ട് വേറെ കാണുമ്പോൾ മതം, അവിടെ മാത്രം മതം കുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുവാണ് ഈ ആൾക്കാർക്കുള്ള പ്രശ്നം എന്നുള്ളത്. ഇവിടെ വേറെ പറയുന്നു, അവിടെ വേറെ പറയുന്നു, ഇവിടെ വേറെ ആക്കുന്നു. എന്തായാലും എനിക്ക് ഇതുപോലത്തെ, സത്യമായിട്ടും എനിക്ക് ഇതുപോലത്തെ, ഞാൻ എന്താണോ ശരിയെന്ന് തോന്നുന്നത് ഞാൻ അത് ചെയ്യും. ഞാനാണ് ഇനി എനിക്ക് നരകമാണ് അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നത്, ഞാൻ നരകത്തേക്ക് പൊക്കോളാം. അത് ഞാനും അള്ളയും തമ്മിലുള്ള കാര്യമാണ്, അവിടെ വേറെ ആരുമില്ല. ഞാനും അള്ളയും തമ്മിലുള്ളതാണ്. അത് ഞാൻ അനുഭവിച്ചോളാം, എനിക്ക് അനുഭവിക്കാനുള്ളതാണെങ്കിലും. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ Q&A സെഷൻ കഴിഞ്ഞു. ഒയ്യോടാ, എൻ്റെ കൊച്ചാണെങ്കിൽ ഭയങ്കര ഉറക്കത്തില്ല അവള്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ രണ്ടുപേരെയും പറഞ്ഞു ബൈ ബൈ.